ആ കൂട്ടത്തിൽ ഇവിടെ ഇന്ന് ഒന്നാമത്തെ ചോദ്യം ഉന്നയിച്ചവനാണ്. ആളിപ്പോ ഉണ്ടോന്നും എനിക്കറിയില്ല, ഇവിടെ പോയോന്നും അറിയില്ല. ഉണ്ട്. ആ വ്യക്തിയാണ് കൈനീട്ടി പൊക്കി കാണിക്കാനുള്ള ധൈര്യമുള്ള ആ വ്യക്തിയാണ് ഈ ഫസാദിന് മുഴുവനും നേതൃത്വം കൊടുത്തത്. അവനാണ് KKP അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയോട് പലതവണയായി ഫോൺ ചെയ്ത്, അത് എത്ര മണിക്കൂറാണെന്ന് എനിക്കറിയില്ല, എന്റെ പേരിൽ കള്ളത്തരം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. ഇന്ന് വരെ എന്നോട് അതിനെപ്പറ്റി ഒരു വാക്ക് ഇവിടെ വന്നിട്ട് പോലും ചോദിച്ചിട്ടില്ല. പച്ച കള്ളമാണ്. പരസ്യമായി ഇതിന് മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ച റബ്ബ് അർഹമായത് അവന് നൽകും, അവനത് ഏറ്റുവാങ്ങേണ്ടി വരും. ഈ കള്ളത്തരം പറഞ്ഞവൻ എന്നോട് നേരിട്ട് മാപ്പ് പറയുകയും എന്നോട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് ഇസ്ലാഹി സേവനമാണ് ഈ ചെയ്തത്? പടച്ച റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണോ സാലിം ചെയ്തിട്ടുള്ളത്? പുണ്യകർമ്മമാണോ ചെയ്തിട്ടുള്ളത്? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇന്നെങ്കിലും ചോദിക്കാൻ സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്നവനാണ് സാലിം. പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. ഈ സാധുവായ എന്നെപ്പറ്റി ഇത്തരം കള്ളത്തരം പറയിപ്പിക്കുകയും പറഞ്ഞത് പ്രചരിപ്പിക്കുകയും യൂട്യൂബിൽ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് മുഴുവൻ ആളുകളുടെയും മൊബൈലുകളിലൂടെ പ്രചരിപ്പിച്ച ആളാണ് ഇവിടെ ഈ സദസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. പൊറുക്കപ്പെടാത്ത ഒരു സകല നന്മകളും നശിച്ചു പോകുന്ന വലിയ കുറ്റമാണിതെന്ന് സാലിം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണമെന്നാണ് വിനയത്തോട് എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞത് അത്രയും കള്ളമാണ്. എന്തിനാണ് നീ കള്ളം പറഞ്ഞത്? എന്തിനാണ് ഇവനെ കൊണ്ട് കള്ളം സാലിം പറയിപ്പിച്ചത്? എന്തിനാണ് സാലിം ഇത് യൂട്യൂബിൽ ഇട്ടത്? ഇത് വൻ കുറ്റമാണിത്. എഴുതി തന്നത് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ KKP അബ്ദുള്ള എന്ന് പറയുന്നവനുമായി എനിക്കൊരു ബന്ധവുമില്ല. 4 തവണ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്ത് വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ KKP അബ്ദുള്ള ISMന്റെ കഴിഞ്ഞ ടേമിലെ പ്രവർത്തക സമിതി അംഗമാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അന്നത്തെ ദഅവാ വകുപ്പ് സെക്രട്ടറിയുടെ കീഴിലുള്ള ദഅവാ സമിതിയിൽ അംഗമാണ്. നിങ്ങൾക്കറിയോ, അബ്ദുറഹ്മാൻ സലഫി എവിടെ ഈ KKP അബ്ദുള്ളനെ ഒരു കാര്യത്തിനും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. CP സലീം, നബീൽ ലണ്ടത്താണി, ഇവിടെ ഇരിക്കുന്ന മജീദ് സലാഹി, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, PK അഷ്റഫ്, താജുദ്ദീൻ സലാഹി, ഇവരൊക്കെ അടങ്ങുന്ന ദഅവാ സമിതിയിലെ ഒരു അംഗമായിരുന്നു അവനെന്ന് ഞാനിപ്പോൾ ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മിനിറ്റ്സ് ബുക്ക് വായിച്ചു നോക്കുമ്പോൾ കണ്ടതാണ്. 12 മതപരമായ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ ഈ KKP അബ്ദുള്ളയെയാണ് KNMന്റെ കഴിഞ്ഞ കാലത്ത് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ സെക്രട്ടറിയായിരിക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പറഞ്ഞ ആളുകളുടെയൊക്കെ കൂടെയാണ് അവൻ പ്രവർത്തിച്ചത്. അബ്ദുറഹ്മാൻ സലഫി ഒരാവശ്യവും ഏൽപ്പിച്ചിട്ടില്ല. സംഘടനയുടെയോ ആദർശത്തിന്റെയോ ഒരു കാര്യത്തിനും അവനെ ഉപയോഗിച്ചിട്ടില്ല. എന്തേ ഈ ക്ലിപ്പുകാരൻ, ക്ലിപ്പുണ്ടാക്കിയവൻ, കള്ളത്തരം പറയിപ്പിച്ച് ചോദ്യം ചോദിപ്പിച്ചവൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരുന്നത്? ഒരു അബ്ദുറഹ്മാൻ സലഫിയെ തൂക്കിലേറ്റിയാൽ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? അത് വിചാരിക്കണ്ട. 10,000-കണക്കിന് അബ്ദുറഹ്മാൻ സലഫിമാര് പിന്നിൽ വരുമെന്ന് വിചാരിച്ചോ? അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് തൗഹീദ് പ്രസ്ഥാനം. അതല്ലാതെ അവർ അബ്ദുറഹ്മാൻ സലഫിനെ ഇങ്ങനെ ക്രൂശിച്ചാൽ, തൂക്കിലേറ്റിയാൽ, അതുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലാതാവില്ല. ആ പൂദ്യം വെച്ച് ആരും നടക്കണ്ട. അതിനൊരു KKP അബ്ദുള്ളനല്ല, 1000 KKP അബ്ദുള്ളമാരെ കൊണ്ടോ അബ്ദുള്ള സുല്ലമിമാരെ കൊണ്ടോ അല്ലാത്തവരെ കൊണ്ടോ എന്ത് വേണ്ടാത്തരം പറയിപ്പിച്ചാലും അബ്ദുറഹ്മാൻ സലഫി ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഞാൻ സാലിം ഇവിടെ ഉണ്ടായിരിക്കെ പരലോകത്തെപ്പറ്റി ബോധമുണ്ടെങ്കിൽ, പടച്ചവനെ പറ്റി പേടിയുണ്ടെങ്കിൽ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയൊരു സന്ദർഭമായതുകൊണ്ട് ആ റബ്ബിനെ പേടിച്ച ആ പരലോകത്തെ ഓർത്ത് ചെയ്ത തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നുവെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, ഇല്ലെങ്കിൽ ചെയ്ത നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ വന്നതാണ്.
ഹദീസ് നിഷേധികളാണല്ലോ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഹദീസാണ്. മുഫ്ലിസായി പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചെയ്ത കുറ്റം ഒരിക്കലും ഇത് മായ്ച്ചു കളയാൻ കഴിയില്ല കേട്ടോ സാലിമേ, കഴിയില്ല കേട്ടോ സാലിമേ, മായ്ച്ചു കളയാൻ കഴിയില്ല കേട്ടോ സാലിമേ. എന്നോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ. എന്നെപ്പറ്റി 10,000-കണക്കിന് മുജാഹിദുകളിലും എന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്കിടയിലും പ്രചരിപ്പിച്ച ഈ കള്ളത്തരം അവരോട് തിരുത്താൻ ആത്മാർത്ഥമായി ഖേദിച്ചാലും ഈ ഇരിക്കുന്ന സാലിമിനെ കൊണ്ട് സാധിക്കില്ല, സാധിക്കില്ല, സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ക്ഷമിക്കുകയും പടച്ചവൻ മാപ്പ് തരികയും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കഴിയില്ല. ഈ സാലിമിന്റെ കൂടെ ഈ കുറ്റത്തിൽ പങ്കുചേർന്ന കുട്ടികളോ വലിയവരോ ആരുണ്ടോ അവരിതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. മേലിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ ചെയ്തിട്ട് മാന്യന്മാരായി നടക്കും ചെയ്യാം. ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് പറയണത് മാത്ര, പേനോണ്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നെറ്റിലൂടെ മൊബൈലിലൂടെ ചെയ്യുന്നതും ഈ ഗീബത്ത്, ഈ നമീമത്ത് അല്ലെ. ഈ മീറ്റിംഗ് മാത്രല്ല, മീറ്റിംഗ് കൂടലുണ്ട് നെറ്റ് ഉപയോഗിച്ചതാ ഈ മീറ്റിംഗ്. ഇതുപോലെ തന്നെ നെറ്റ് ഉപയോഗിച്ചുള്ള ഗീബത്തും നമീമത്തും ബുഹ്താൻ, ഇല്ലാത്ത കളവ് ചമച്ചുണ്ടാക്കി പറയലാണ് ഈ ബുഹ്താൻ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചോളി. മുജാഹിദീങ്ങളാണോ, ഈ ആദർശത്തിന്റെ മക്കളാണോ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണോ, ഇതിന്റെ സംസ്കാരത്തിന്റെ ലാഞ്ചന തട്ടിയവരാണോ, ഈ പണി അവസാനിപ്പിച്ചോളി. എനിക്ക് വേണ്ടിയല്ല, എന്നെപ്പറ്റി ഇതിന്റെ അപ്പുറം ദുനിയാവിൽ പറയാനൊന്നും ബാക്കില്ല. എന്നെപ്പറ്റി ഇതിന്റെ അപ്പുറം ഒന്നും പറയാൻ ബാക്കില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭാവനയിൽ എന്തൊക്കെ തോന്നും അതൊക്കെ എന്റെ പേരിൽ വെച്ച് കെട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ നന്മ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്നെപ്പറ്റി എന്നല്ല, എന്നെപ്പറ്റി പറയാതെക്കാനല്ല, ഇതിന്റെ അപ്പുറം എന്താ പറയാ, ഇതിന്റെ അപ്പുറം എന്താ പറയാ. ഈ KKP അബ്ദുള്ള എന്നോട് പയ്യന്നൂരുള്ള ചില പ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ അവനെ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും അവൻ ചെയ്തതിന് പകരമാവില്ല. അവസാനം ഞാൻ തളിപ്പറമ്പ് അല്ല വളപട്ടണത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നു. അപ്പൊ അന്ന് അവിടെ KKP അബ്ദുള്ള പരിസരത്തുണ്ട്. അവരവനെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു വീട്ടിലേക്ക്. ആ വീട്ടിൽ വെച്ച് ഒരാളുടെ മൊബൈലിൽ നിന്ന് ഇത് 15 മിനിറ്റ് നേരം കേട്ടു. അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അബ്ദുള്ള ഇത് നിന്റെ ശബ്ദമാണോ? അതെ. ഉറപ്പാണോ? അതെ. നീ പറഞ്ഞതാണോ? അതെ. സംശയമില്ലല്ലോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അല്ല. ഇത് കളവാണോ? കളവാണ്. നീ എന്തിനാണ് ഈ കളവ് പറഞ്ഞത്? എനിക്കാകെ നിരാശ വന്നു. നിരാശ വന്നാ കളവ് പറയലാണോ എന്റെ പേരിൽ? അല്ല, അങ്ങനെയല്ല. പിന്നെന്താ? ഈ സാലിമ് എന്നോട് എന്റെ അടുത്ത വലിയ കൂട്ടുകാരനായി അഭിനയിച്ചു. ഇവിടെ ഇരിക്കുന്ന സാലിമിനെ പറ്റി വലിയ അടുത്ത കൂട്ടുകാരനായി അഭിനയിച്ചു. പലപ്പോഴായി എന്നോട് സംസാരിച്ചു. ഒരിക്കലും 2 പ്രാവശ്യവുമല്ല, പലതവണ അവൻ എന്നെ കൊണ്ട് പലതും പറയിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് പനി പിടിച്ച് കിടക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. എന്താണ് നിനക്ക് നിരാശ വന്നത്? ഒന്നുമല്ല, സക്കരിയ സ്വലാഹിയെ നിങ്ങൾ വിമർശിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ വിമർശിക്കുന്നില്ല. സംഘടനാ നേതൃത്വം നിഷ്ക്രിയമാണ്. സക്കരിയ സ്വലാഹി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനക്കെതിരിലുള്ള ഈ ഗൂഢാലോചന വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ സംഘടന ഹൈജാക്ക് ചെയ്തു പോകുമെന്ന് എനിക്ക് തോന്നി. ആ നിരാശയിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ടായി. ആ വെറുപ്പ് എന്റെ സംസാരത്തിൽ വന്നതാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് ചെയ്താലും ഈ സാലിമിനും ആ KKPക്കും എന്റെ പേരിൽ അവർക്ക് കരുതിക്കൂട്ടി ചെയ്തുകൂട്ടി പ്രചരിപ്പിച്ചിട്ടുള്ളതിന് പകരം ചെയ്യാൻ അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് സാധ്യമല്ല, അവർക്ക് സാധ്യമല്ല എന്നെനിക്ക് ഉറപ്പാ. അത്ര വലിയ കുറ്റമാണ്. എന്നെ പറ്റിയല്ല, വേറൊരാളെ പറ്റിയാണെങ്കിൽ എന്റെ വാക്കൊന്നും ഇങ്ങനെ ആവൂല. എന്നെ പറ്റി ആയതുകൊണ്ട് ഞാൻ വളരെ ക്ഷമിച്ചാണ്. എന്റെ മനസ്സിന്റെ വികാരങ്ങള് ഞാൻ TPയും ബാക്കവിയും ഒക്കെ സംസാരിക്കുമ്പോ ഞാൻ അറിയാതെ എന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ട് ഒഴുകി വരികയായിരുന്നു. നിങ്ങളാരും അത് കണ്ടിട്ടില്ല. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ സാലിമിനോട് അവന്റെ നാട്ടിലേക്ക് 1-2 തവണ പ്രസംഗിക്കാൻ അവന്റെ ബൈക്കിന്റെ ബാക്കിലിരുത്തി എന്നെ കൊണ്ടുപോയി. ഞാൻ അവന്റെ കൂടെ പോയിട്ടുണ്ടെന്നതല്ലാതെ
എന്ത് തെറ്റാണ് ഞാൻ അവനോട് ചെയ്തത്, എന്ത് കുറ്റമാണ് ഞാൻ അവനോട് ചെയ്തത്, അവന്റെ കുടുംബത്തോട് ചെയ്തത്? എന്തെങ്കിലും അവര് പറയാൻ ഒക്കുമോ? ഈ KKP അബ്ദുള്ളക്ക് കഴിയുമോ? പിന്നെ എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ ചെയ്തത്, ഈ മാലോകരോട് മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചത്? ഇവന് പറയാൻ സാധിക്കുമോ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുവെന്ന്? ഒരിക്കലും കഴിയില്ല. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, പരസ്പരം ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഭിന്നിപ്പിച്ച് അകറ്റി, അവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കി, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ ഛിദ്രിച്ചു പോകുന്ന ദുരവസ്ഥ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ആ ഖലൂബും മുഹ്താൽ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. അവനെ തിരിച്ചറിയാൻ സാലിം നിനക്ക് കഴിയണം, അബ്ദുള്ള നിനക്ക് കഴിയണം, സാലിംമാരെ നിങ്ങൾക്കൊക്കെ കഴിയണം, അബ്ദുള്ളമാരെ നിങ്ങൾക്കൊക്കെ കഴിയണം, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ നിങ്ങൾക്ക് കഴിയണം. എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടൂ, ഈ ആദർശത്തിന് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയൂ, ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ, ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും കഴിയൂ എന്നൊരു തിരിച്ചറിവിന് ഇന്ന് സാലിമിന്റെ സാന്നിധ്യത്തിൽ അല്പം എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരം ഞാൻ ലേശം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ ഇട വന്നതിൽ നിന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ കൃതാർത്ഥനാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ആ തരത്തിൽ ഇവൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അവസാനം ഞാൻ ഇതിനെ സംബന്ധിച്ച് ആളുകളോടൊരു ചെറിയ കുറിപ്പ് കൊടുക്കട്ടെ. ആരാണത് വിശ്വസിക്കുക? ഇത് ആദ്യം പറഞ്ഞതോ ശരി, രണ്ടാമത് പറഞ്ഞതോ ശരി, ആരെങ്കിലും വിശ്വസിക്കുവോ? എന്നാലും അവിടെയുണ്ടായിരുന്ന ഞാൻ ചോദിച്ചോടെ, അബ്ദുള്ള, ഈ കൂട്ടത്തിൽ ഈ കാണുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ, ഇവിടെങ്ങാനും ഓന്റെ നിഴല് കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. യസീദ് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നിഴൽ അവിടെ എവിടെയോ പോയും തോന്നുന്നുണ്ട്. ആ യസീദ് ഇവനെ പിടിച്ചു കൊണ്ടുവന്ന ആളാ. അപ്പൊ ഈ യസീദ് ഈ കൂട്ടത്തിൽ, ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനാ. ഈ യസീദുമായി എനിക്കുള്ള ബന്ധത്തിന്റെ 10-1 ബന്ധം നിനക്ക് ഞാനുമായിട്ടുണ്ടോ അബ്ദുള്ള? ഇല്ല. എന്നിട്ട് 40 പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. ഒരാളുടെ അടുക്കലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. MM മദനിയുടെ വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് പ്രവേശനം കിട്ടാതെ കാത്തു നിൽക്കുകയായിരുന്നത്രേ. എന്നിട്ട് ഞാൻ മദനിക്ക് ഫോൺ ചെയ്യാ, അവനൊന്ന് പ്രവേശിച്ചാളി. പച്ച കള്ളം. ഇത് പറയിപ്പിച്ച് അത് നെറ്റിലൂടെ മുഴുവൻ പ്രചരിപ്പിച്ച് എന്ത് പുണ്യാ നേടിയത് ഇതുകൊണ്ട്? എന്ത് പുണ്യാ നേടിയതുകൊണ്ട്? ഞാൻ മനസ്സിൽ അല്പം വിഷമിച്ചെങ്കിൽ എനിക്കതിനേക്കാൾ ഈ പ്രസ്ഥാനത്തിനും ആദർശത്തിനും പ്രവർത്തിക്കാനുള്ള ഊർജം എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിച്ചു, മദനിന്റെ പേരേക്ക് ഇവിടെ എത്ര ആള് പോയിട്ടുണ്ടാവും? ഗേറ്റിംഗ് അങ്ങനെ നിന്നിട്ട് സമ്മതം ചോദിച്ചിട്ട് ആരെങ്കിലും ഉള്ളിൽ കയറി ചെല്ലല്? എന്തൊരു നുണയാണ് പറയുന്നതിനും വേണ്ടേ, അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടേ മദനിന്റെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ? യഥാർത്ഥത്തിൽ ഞാനും മദനിയും സക്കരിയ സ്വലാഹി അടക്കം മദീനത്തുൽ ഉലൂമയിൽ ജമിയത്തുൽ ഉലമയുടെ നിർവാഹക സമിതി യോഗം നടക്കുമ്പോൾ മദനി അതൊരു KKP അബ്ദുള്ള 3-4 വട്ടായി വിളിക്കുന്നു. അത് മറ്റേ ചങ്ങായിയാണ്, ഓനിങ്ങനെ സക്കരിയാനെ പറ്റിയുള്ള പരാതിയായിട്ട് വന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്താളി, നിങ്ങൾ അതെന്താണോ എന്ന് വിചാരിച്ചാൽ അത് വാങ്ങിക്കളി. മദനി ആ മീറ്റിങ്ങിന്റെ ഇടയിൽ വരാന്തയിൽ ചെന്ന് നിന്ന് ഒരു CD-യും കടലാസും ഉണ്ടായിരുന്നു, അത് വാങ്ങി ഞങ്ങൾ മീറ്റിങ്ങിലാണ്, ഞാൻ പിന്നെ നോക്കിക്കോളാറിന് പറഞ്ഞയച്ചു. ഇതാണ് ലാപ്ടോപ്പ് തുറന്ന് ഡോക്യുമെന്ററി കാണിച്ചു കൊടുത്ത് അരമണിക്കൂർ അവിടെ കാത്തു നിന്ന് സെൽഫി വിളിച്ചു പറഞ്ഞിട്ടാണ് ഉള്ളിൽ പ്രവേശനത്തിന് അനുമതി കിട്ടിയത്. എന്നിട്ട് മദനി ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പച്ച നോണ. ഇതൊരു കളവാണ്. അതാണ് ഒപ്പം അന്നുണ്ടായിരുന്നത്. ഈ സിദ്ദീഖും വേറെ ഏതോ 2 ആളും ഉണ്ട്, എനിക്ക് പേരൊന്നും എനിക്ക് ഓർമ്മല്ല. ആ സിദ്ദീഖാണ് നേരത്തെ കായക്കൊടി പറഞ്ഞല്ലോ, കണ്ണൂര് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു KKPന്റെ കൂടെ. ഒരു സ്ഥലത്തേക്കും സെൽഫി ഞങ്ങളെ പറഞ്ഞേച്ചിട്ടില്ല, നമ്മളെ ഒപ്പം വന്നിട്ടില്ല. ഈ നുണ കേട്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നോട് ചങ്ങാത്തം പുലർത്തുന്ന എത്ര ആളിപ്പോ കണ്ടാമുണ്ടാകുന്നുണ്ട് അറിയങ്ങള്? ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ കള്ളം പറഞ്ഞവൻ? ആരാണ് ഈ ബന്ധം മുറിച്ചവൻ? ആരാണ് ഈ ചിത്രതയുണ്ടാക്കിയവൻ? ആരാണ് ഈ ഖലൂബും മുഹ്താൽ? അവനെ പിടിക്കണം, ശാഖ പിടിക്കണം, മണ്ഡലം പിടിക്കണം, ജില്ല പിടിക്കണം, MSM പിടിക്കണം, ISM പിടിക്കണം, KNM പിടിക്കണം. അത്തരത്തിലുള്ള കള്ള പ്രചരണം തമ്മിൽ അവരെയാണ് പിടിക്കേണ്ടത്, അവരെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവരാണ്
ഇത് മുഴുവൻ നശിപ്പിക്കുക. ഈ ജാതി കള്ളപ്രചരണല്ലേ ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരിൽ നടത്തിയിട്ട് അവസാനം ഉസ്മാൻ ബിൻ